വെൽക്കം എവരി വൺ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബഗാര റൈസാണ്. ഇത് ചിക്കൻ്റെയും മട്ടൻ്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ റൈസ് കുക്കറിലാണ് ബഗാര റൈസ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റായിട്ട് ഒരു കടായി വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ് ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെയ്യ് ചൂടായതിന് ശേഷം 3 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു, 2-3 പട്ട ഇതെല്ലാം ഇട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം. ഇതിൻ്റെ കൂടെ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കിന് 1 പിടി ഉള്ളി അരിഞ്ഞത് അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് 2 പച്ചമുളക്, ഈ 2 പച്ചമുളക് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം റൈസ് കുക്കറിലായതുകൊണ്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് വെക്കുന്നത്, കറണ്ട് അടിക്കാതിരിക്കാൻ. ഇനി നമുക്ക് ഇതിൽ കൊത്തിമീര്, പുതിന ഇതും കൂടെ ആഡ് ചെയ്യാം. ഇതും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം വഴറ്റി വെക്കാം. ഇപ്പം നല്ലവണ്ണം വഴറ്റിയിട്ടുണ്ട്. ഞാൻ റൈസ് കുക്കറിലെ റൈസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇനി 1 നാരങ്ങ നീര് അതും കൂടെ നമുക്കിടാം. 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം വേണ്ട ഓൺ ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. ഇപ്പം റെഡേലാണ്, പോയിൻ്റ് റെഡേലാണ് നിൽക്കുന്നത്. ഇപ്പം ഇത് ഓറഞ്ച് കളറായി. ഇതിൻ്റെ അർത്ഥം റൈസ് വെന്തിരിക്കുന്നു എന്നതാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം റൈസ് റെഡി ആയിട്ടുണ്ട്, നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ റൈസ് കുക്കറിൽ ബഗാര റൈസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. സെപ്പറേറ്റ് കടായിൽ മൂപ്പിച്ചിട്ട് ഇടും, ആഡ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ വയറെല്ലാം മാറ്റിയതിന് ശേഷം ചിക്കൻ്റെ കൂടെയോ മട്ടൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാം. തുറന്ന് നോക്കാം. ഉണ്ട്, ഇത് ഈസിയാണ്.